ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ഒരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയാൽ ഞാൻ പ്രീത ചേച്ചി എൻ്റെ മോളാട്ടോ ഉണ്ടാക്കണത്. അവൾ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കും. എന്നാൽ പിന്നെ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആണ് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ചിക്കൻ. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് കുരുമുളക് പൊടിയും ചിക്കനും വെളുത്തുള്ളിയും ഉള്ളിയും ഇഞ്ചിയും ഇതൊക്കെ ഇട്ടിട്ട് ഒരു പാത്രത്തിൽ ചിക്കൻ കുറച്ച് നേരത്തേക്ക് നന്നായിട്ട് തിളപ്പിക്കാം. തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് ചിക്കൻ മാറ്റി വെക്കണം. അത് എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളായിട്ട് പൊടിച്ചെടുക്കണം. അത് കഴിയുമ്പോൾ വേറൊരു പാനിൽ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ടിട്ട് പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ താഴ്ഭാഗമുള്ളൊരു കുറച്ച് വെള്ള കളറിലൊരു ഭാഗം ഉണ്ടാവും, അതും കട്ട് ചെയ്തിടണം. എന്നിട്ട് കുറച്ച് നേരം അത് ഇളക്കിയിട്ട് അതിന് ശേഷം ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിവിടെ ക്യാരറ്റും ബീൻസും കട്ട് ചെയ്തതാണ് ഉപയോഗിക്കുന്നത്. ക്യാബേജ് ഇല്ലാത്തതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. അതും കൂടെ ആഡ് ചെയ്യുന്ന നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് ശേഷം ഇത് മൊത്തത്തിലൊന്ന് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. പച്ചക്കറി നന്നായിട്ട് സോട്ടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ചിക്കൻ തിളപ്പിച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് ഊറ്റിയെടുത്തിട്ട് അത് ആഡ് ചെയ്യണം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യണം. സോയാ സോസ് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് എക്സ്ട്രാ വേണമെങ്കിൽ ഒന്നുകൂടെ ആഡ് ചെയ്യാം. പിന്നെ ചില്ലി സോസ് നമുക്ക് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ചില്ലി സോസ് ആഡ് ചെയ്യുക. അതും ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലോട്ടേക്ക് കുറച്ച് കുരുമുളക് പൊടി, അത് എരിവ് ആവശ്യത്തിന് ഇടാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം കുരുമുളക് പൊടിയൊക്കെ. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഉപ്പ് ഇടുന്നതാണ് നല്ലത്, കാരണം ഈ സോയാ സോസിൻ്റെ ചെറിയൊരു പുളിയൊക്കെ വരും. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് ലാസ്റ്റിലോട്ടേക്ക് ഉപ്പിടുന്നതാണ് നന്നാവുക. പിന്നെ ഇത് കുറച്ചുകൂടെ ഒന്ന് തിളച്ച് വരിക. തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലോട്ടേക്ക് ഇനി ആഡ് ചെയ്യുന്നത് വിനാഗിരിയാണ്. അതും ഒരു ഹാഫ് ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ഇത്രയും ആഡ് ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്കാക്കി വെക്കുക. അതിന് ശേഷം ഇതിലോട്ടേക്ക് നമ്മൾ മുട്ട ആഡ് ചെയ്യും. മുട്ട ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മുകളിൽ പാട പോലെ കിടക്കില്ലേ, അപ്പോൾ അങ്ങനെ ഒരു ഭംഗിക്കാണ് നമ്മൾ ഈ കോൺഫ്ലോർ കലക്കിയത് ആഡ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സംഭവം സെറ്റാവും. ഭയങ്കര ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ. എൻ്റെ പക്കൽ കൂടുതലും പഴമയുടെ റെസിപ്പിയാണ്. അപ്പോൾ ന്യൂ ജനറേഷന് വേണ്ടത് കൂടെ കുറിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ എൻ്റെ മോളെ കൊണ്ട് ചെയ്യിച്ചത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.